മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു, മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, മനുഷ്യനായിട്ട് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? അല്ല, ആ ഡയറക്ടർക്ക് സിനിമ എന്തെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. ആ സിനിമയിൽ നിന്ന് ഉയർന്ന മറ്റൊരു ചോദ്യം, സത്യത്തിൽ ആരാണ് ഉറ്റവർ എന്നുള്ളൊരു ചോദ്യമാണ്. പല സിനിമകളിലും ക്ലൈമാക്സ് ഒക്കെ വളരെ വീക്കായി പോകാൻ കാരണം ഇവരാദ്യം ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തുന്ന ക്ലൈമാക്സിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് കഥകളും മനസ്സിലുണ്ടാകും. എൻ്റെ കയ്യിൽ തന്നെ പൂർത്തിയാക്കിയ 3-4 തിരക്കഥകളുണ്ട്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആ സംവിധായകൻ ചില സംഘർഷങ്ങൾ നേരിടേണ്ടതായി വരും. അതുതന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയാകുമ്പോൾ അതിൻ്റെ ആഴം കുറച്ചുകൂടി കൂടും. അത്തരത്തിൽ ഒരു സിനിമയെപ്പറ്റിയും അതിൻ്റെ സംവിധായകനെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റാരുമല്ല, ഉറ്റവർ എന്ന സിനിമയുടെ സംവിധായകൻ അനിൽ ദേവാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം സാർ. സാർ, ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു ചോദ്യം, ഒരു ബേസിക് സ്റ്റഡിയുടെ പുറത്ത് ഒരു അഭിഭാഷകനെടുത്ത ഒരു സാധാരണ സിനിമയല്ല. അതിൽ പലതും വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ കഥാനായകൻ്റെ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി കാണി ട്രൈബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത് ബോധ്യപ്പെടാൻ കാരണം അവരുടെ ചില കൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു, എനിക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ ഒരു സ്റ്റഡി, എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്, എങ്ങനെയായിരുന്നു ഇതിൻ്റെ സ്റ്റഡി? അതായത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ, തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോൾ 2 വിഭാഗം മനുഷ്യർ അതിനകത്തുണ്ട്. അപ്പോൾ ജാതിയോ മതമോ ഒന്നും എടുത്ത് പറയാതെ തന്നെ 2 വിഭാഗം മനുഷ്യരെ ആളുകൾ തിരിച്ചറിയണം, പ്രേക്ഷകർ തിരിച്ചറിയണം. കാര്യം സാധാരണ ഇത്തരത്തിൽ വരുന്ന സിനിമകളെല്ലാം ജാതി, മതം ഇങ്ങനെയുള്ള വാക്കുകൾ എടുത്തു പറയുകയും വെറുതെ അതൊരു പ്രത്യേകതരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവരുതെന്ന് തുടക്കത്തിലെ തീരുമാനിച്ചത് കാരണം ആ സിനിമയിൽ 2 വിഭാഗം മനുഷ്യരുണ്ട്. അവർ ആരാണ് എന്താണെന്ന് ദൃശ്യങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ മാത്രം പറയണമെന്നുള്ളത് മുൻകൂട്ടി എടുത്ത ഒരു തീരുമാനമാണ്. അതിൻ്റെ ഫലമായിട്ട് നായകൻ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്ന നായകനാണ് നമ്മൾ ഉദ്ദേശിച്ച ചന്തു എന്ന കഥാപാത്രം. അപ്പോൾ ആ ഗോത്രവർഗം, നമ്മൾ ഈ സിനിമ നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. കാര്യം എൻ്റെ നാട് തിരുവനന്തപുരമാണ്, ഞാൻ വളർന്നത് തിരുവനന്തപുരമാണ്, എനിക്ക് തിരുവനന്തപുരത്തിനോട് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരം ആകുമ്പോൾ ഷൂട്ടിങ്ങിന് നമുക്ക് വളരെ ഈസി ആവും, ലൊക്കേഷനുകൾ കിട്ടാനായാലും എന്തിനും വളരെ ഈസി ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് പ്രമുഖമായിട്ടുള്ള ഗോത്ര വിഭാഗം ഏതാണെന്ന് നോക്കിയപ്പോൾ കാണി ട്രൈബാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ പഠനത്തിലേക്ക് കടക്കുകയായി. അങ്ങനെ കടന്നപ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി ഈ 5 ജില്ലകളിൽ മാത്രമാണ് കാണി ട്രൈബ് ഉള്ളത്. അതെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലാണ്. അപ്പോൾ അങ്ങനെ കുറേ ഊരുകൾ പോവുകയും വിതുരയ്ക്കടുത്ത് കൊടിയക്കാല എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനി പോയി, തൊട്ടടുത്ത് കീരിക്കുഴി, പന്നിക്കുഴി എന്നൊക്കെ പറഞ്ഞ് കല്ലാറിനടുത്ത് കുറച്ച് ആദിവാസി കോളനികളുണ്ട്. അങ്ങനെ ഏകദേശം ഒരുപാട് ആദിവാസി കോളനികൾ സന്ദർശിച്ചു. ഭുവനേന്ദ്രൻ കാണി എന്ന് പറഞ്ഞ അവിടെ ഒരു ഊര് മൂപ്പനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഈ കാണി ട്രൈബിൻ്റെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾ. അത് നമ്മളെ ടൈറ്റിലിൽ കാണിക്കുന്നുണ്ട്. ടൈറ്റിലിൽ ചാറ്റുപാട്ടെന്ന് പറഞ്ഞിട്ട് 3 പേരുടെ പേര് കാണിക്കുന്ന ആദ്യത്തെ പേര് ഭുവനേന്ദ്രൻ കാണിയാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ പഠനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലായത് ഈ ട്രൈബിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവർ വനത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ തലമുറ ജോലി തേടി നമ്മുടെ ട്രിവാൻഡ്രം നഗരത്തിൽ, അവർ ഏത് ജില്ലയിലാണുള്ള ആ നഗരത്തിൻ്റെ നഗര കേന്ദ്രത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് പലരും. അപ്പോൾ അവർ ശനിയാഴ്ച തിരിച്ച് നാട്ടിലേക്ക് പോവുകയും തിങ്കളാഴ്ച നഗരത്തിലെത്തുകയും അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ കാണി ട്രൈബ് ഉള്ളത്. അപ്പം നമ്മുടെ കഥാപാത്രവും അങ്ങനെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു. കണിയാപുരത്തിനടുത്ത് മുരുക്കുമ്പുഴ, കണിയാപുരം, കഠിനംകുളം ഒരു ബെൽറ്റുണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ. അതായത് ടെക്നോ പാർക്കിൻ്റെ അപ്പുറത്തുള്ളൊരു സ്ഥലം. ടെക്നോ പാർക്കിനെ ആധാരമാക്കി ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു ജോലികളിലൂടെ കഴിയുന്നൊരു വിഭാഗമുണ്ട്. അപ്പോൾ ടെക്നോ പാർക്കൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. പക്ഷേ ഒരു നഗരപ്രാന്തം എന്നുള്ള നിലയ്ക്കാണ് കണിയാപുരം, മുരുക്കുമ്പുഴ, കഠിനംകുളം ഏരിയ എടുത്തത്. അവിടെ ധാരാളം പേര് ഇങ്ങനെ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനം പിന്നെ കാണി ട്രൈബിലേക്ക് കടക്കുകയും അവരുടെ ചാറ്റുപാട്ട് നമ്മുടെ സിനിമയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ മലയാള സിനിമകളിൽ ചെറുതായിട്ട് ചാറ്റുപാട്ട് ചില സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു ക്ലിയർ പിക്ചർ കൊടുത്ത് ഇല്ലല്ല, ഇതേപോലെ റോ ആയിട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഗായകനെ കൊണ്ടുവന്ന് ചാറ്റുപാട്ട് പഠിപ്പിച്ച് ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ പോയി അതിൻ്റെ ട്യൂൺ നോക്കി
എല്ലാം അനുകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മിമിക്രി ആയിരുന്നു പരിപാടി. പക്ഷേ ഞാനിതിനകത്ത് ചെയ്തത് റിയൽ കലാകാരന്മാർ, ചാറ്റുപാട്ടിൻ്റെ യഥാർത്ഥ കലാകാരന്മാരെ കണ്ടെത്തുകയും അവരെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഒരു ദിവസം മൊത്തം എടുത്ത് ചാറ്റുപാട്ട് റെക്കോർഡ് ചെയ്യുകയും അവരുടെ അതേ രീതിക്ക്, അതായത് അവർ ചാറ്റുപാട്ട് പാടുമ്പോൾ വാക്കുകൾ ഇടയ്ക്ക് നിർത്തും. നമ്മളെപ്പോലെ ഒരു വാക്ക് മൊത്തം പറഞ്ഞ് നിർത്തണമെന്ന് അവർക്ക് ഇല്ല, വാക്കിൻ്റെ ഇടയ്ക്കായിരിക്കും നിർത്തുന്നത്. നമ്മൾ പാട്ട് പാടുമ്പോൾ നിർത്തുന്ന സ്ഥലത്തായിരിക്കില്ല. പിന്നെ സ്ഫുടതയോടെ അവർക്ക് ആ വാക്കുകൾ ഉച്ചരിക്കണമെന്നില്ല. അവർക്ക് ആ ചാറ്റുപാട്ട് പാടുക എന്നുള്ള ഒരൊറ്റ ആക്ടിവിറ്റിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരേ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതിന് ഉപയോഗിക്കുള്ളൂ. കൊക്കര എന്നാണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്. അത് വേറെ ആരും ഉപയോഗിക്കാത്തൊരു ഇൻസ്ട്രുമെൻ്റാണ്. മ്യൂസിക്കിന് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാമോ എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ആ കൊക്കര എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് മാത്രം ഉപയോഗിച്ച് റോ ആയിട്ട് പാടുന്നതാണ്. അപ്പോൾ അത് റിയൽ ചാറ്റുപാട്ട് തന്നെയാണ് നമ്മൾ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തി. സിനിമയുടെ സൗന്ദര്യം വല്ലാണ്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് സിനിമ നല്ല ഒറിജിനാലിറ്റി ഉള്ളതായിരിക്കണമെന്ന് തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നു. സിനിമ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ളത് സിനിമയുടെ ഫൈനലിനപ്പുറമാണ് ചിന്തിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമ വിജയിക്കുമോ പരാജയപ്പെടുമോ ഒന്നും ചിന്തിച്ചിട്ടില്ല. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച. അല്ലാതെ അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ഫീൽ വരുന്നത്, ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു സ്ക്രിപ്റ്റഡ് ഡയലോഗ് അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആളുകളുടെ സന്ദർഭം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് ആളുകളുടെ ആ സമയത്തെ മാനസികാവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം ആ സിനിമ എടുത്തിരിക്കുക. കാര്യം അതിലെ ഡയലോഗ് ഡെലിവറിയിൽ എവിടെയും ഒരു സ്ട്രക്ചർഡ് ഡയലോഗ് ഡെലിവറി എനിക്ക് തോന്നിയില്ല. അങ്ങനെയല്ലേ സിനിമയിൽ? കൃത്യമായിട്ട് ഒരു തിരക്കഥ ഉണ്ടായിരുന്നു, തിരക്കഥയിൽ ഡയലോഗും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ തിരക്കഥ നമ്മൾ എഴുതിയതുപോലെ കാണാതെ പഠിച്ച് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പം ഞാൻ ഈ തിരക്കഥ കൊടുത്തിട്ട് അവരോട് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു, ആശയം ഉണ്ടാവണം, ആശയത്തിൽ നിന്ന് പുറത്തു പോകാതെ ഇതേ സെൻറ്റൻസ് പറയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല, ഇതേ ആശയം ഉണ്ടാവണം, അല്ലെങ്കിൽ കഥയിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ എങ്ങനെയാണോ സംഭാഷണം ഉരുവിടുന്നത് അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നല്ല ഒറിജിനാലിറ്റി കിട്ടിയിട്ടുണ്ട് ഓരോ രംഗങ്ങൾക്ക്. കാരണം അത് കാണികൾക്ക് ഒരിക്കലും ഇത് എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുകയില്ല. ശരിക്കും നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു സംഭവം പോലെ തോന്നത്തുള്ളൂ. ആ സിനിമയുടെ ആദ്യ രംഗം മുതൽ, പിന്നെ ആദ്യ രംഗം മീൻസ് അവരുടെ പിന്നെ ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, അതിലെ ഏറ്റവും ആദ്യത്തെ രജിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലൊക്കെയും സാധാരണ ഒരു സുഹൃത്തുക്കൾ എങ്ങനെയാണോ ചാറ്റ് പരസ്പരം സംസാരിക്കുക അത്തരത്തിലൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായത്. അങ്ങനെ ഒരു സ്ട്രക്ചർഡ് ആയുള്ള രീതിയിലല്ല അതിൻ്റെ പോയിട്ടുള്ളത്. അത് വളരെ ഭംഗിയാണ്, സിനിമയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഇതിലെ വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതിനെങ്ങനെയാണ് അങ്ങ് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സിനിമയ്ക്ക് വേണ്ടി. അതായത് അഭിഭാഷക ജോലി എന്ന് പറയുന്നത് പിന്നെ വളരെയധികം സമയം അതായത് ഒത്തിരി സമയമെടുത്ത് സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ജോലിയാണ്. അതായത് സ്കൂൾ കാലം തൊട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ ചോദിക്കുമ്പോൾ ഭാവിയിൽ എന്താവണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഫിലിം മേക്കർ ആവണമെന്നായിരുന്നു. അപ്പോൾ ഫിലിം മേക്കർ ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്കൂൾ ഫസ്റ്റായിരുന്നു. അവർക്കെല്ലാം ഒരു തമാശയൊക്കെ ആയിരുന്നു. കാര്യം ഇത്രയും പഠിക്കുന്നൊരു കുട്ടി ഫിലിം മേക്കർ ആവുക എന്നൊക്കെ പലരും കരുതിയിരിക്കുന്ന ഫിലിം മേക്കർ ആവുക എന്ന് അത്ര പഠിക്കാത്തവർ അങ്ങനെയൊക്കെ അതിലോട്ട് തിരിയുന്നതാണ് നല്ലത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഒരിക്കലും ശരിയല്ല. ഇൻ്റർനാഷണലായിട്ട് നല്ല ഫിലിം മേക്കേഴ്സ് എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു പാഷൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ഫയർ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പല അറ്റംപ്റ്റ് നടത്തിയിട്ടും അതൊന്നും വിജയിച്ചില്ല. ഒരുപാട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഈ സിനിമ സംവിധായകനാവുക എന്നുള്ള. ഇടയ്ക്ക് അതിനുവേണ്ടി 1-2 സിനിമ നിർമ്മിക്കുക വരെ ചെയ്തു. പക്ഷേ എങ്കിലും ഫിലിം മേക്കർ ആവുക എന്നുള്ള പൂർണ്ണ അർത്ഥത്തിൽ ഫിലിം മേക്കർ ആവുക എന്നുള്ള ആഗ്രഹം ഇങ്ങനെ കിടന്ന് 2021 ഈ സിനിമയ്ക്കുള്ള ഒരു സ്റ്റാർട്ടിങ്. 2021 ഡിസംബർ മാസമായി ആവാനാണ് സാധ്യത. എപ്പോഴും ആ ഒരു കാലഘട്ടത്തിലാണ് യാത്ര എന്ന് പറയാമോ എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നതെന്നുള്ളത്? അതായത് ഇങ്ങനൊരു സിനിമ ഒരു നല്ലൊരു സോഷ്യൽ റെലവൻസ് ഉള്ള സബ്ജക്റ്റായി ഇത് തോന്നി. കാര്യം ഞാൻ ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ട്, ഇൻസ്പയർഡ് ബൈ ട്രൂ ലൈഫ് ഇൻസിഡൻസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് സിനിമയിൽ. ഇതുപോലെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിൽ ഒന്നാകെ ഉണ്ടാകുന്ന, ലോകത്തൊന്നാകെയുള്ള, ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത് ലോകം മുഴുവനുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള ഈ ഒരു പ്രശ്നത്തിനെ പറ്റി മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു, മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, മനുഷ്യനായിട്ട് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. നമ്മളെപ്പോഴും ഏത് സദസ്സിലിരിക്കുമ്പോഴും അവൻ എന്നോട് സംസാരിക്കുന്നത് എന്താണ്, അവൻ ഏത് വംശമാണ്, ഏത് വർഗ്ഗമാണ്, അങ്ങനെ ചിന്തിക്കാൻ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ചെയ്ത വികാരത്തിൻ്റെ ആ മോശം അവസ്ഥയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു വിത്ത് മനസ്സിൽ വീഴുന്നത്. ഈ മനുഷ്യനായി മാത്രം കാണുന്ന നിയമവ്യവസ്ഥയുടെ കീഴിൽ
ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഇങ്ങനെ അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നിയമം പഠിച്ചപ്പോൾ തന്നെ, നിയമബോധം ഉണ്ടായപ്പോൾ തന്നെ നീതിബോധവും കൂടെ അതിനോടൊപ്പം ഉണ്ടായി. നിയമം പഠിച്ച എല്ലാവർക്കും നീതിബോധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും. ജീവിതം പോലും അങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ജീവിത വിജയം നേടാൻ വേണ്ടി എന്ത് അനീതിയും കാണിക്കാമെന്നുള്ളൊരു കൺസെപ്റ്റുണ്ട് സമൂഹത്തിൽ. ശരിക്കും അത് ജീവിത വിജയമല്ല എന്നവർക്ക് അറിഞ്ഞുകൂടാ. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ നീതിയോടെയും ന്യായത്തോടെയും മുന്നോട്ട് പോയി നേടുന്നതാണ്. ആണ് ആ സിനിമ, നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത് അത് തന്നെയാണ്. ആ കൺസെപ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഈ പിന്നെ അഭിഭാഷകപരമായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായതും ഇതിൻ്റെ ഒരു പശ്ചാത്തലമായി മാറിയിട്ടുണ്ടോ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലമായിട്ട്? ഉണ്ട്. അതായത് അഭിഭാഷക ജീവിതത്തിലുണ്ടായിട്ടുള്ള കേസുകളെടുത്ത് നമുക്ക് സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു 100 500 സിനിമ ചെയ്യാനുള്ള സബ്ജക്റ്റ് നമുക്കുണ്ട്. പക്ഷെ അതിനൊരു റിലവൻസ് ഉണ്ടാവണം. ഒരു സോഷ്യൽ റിലവൻസ് ഇല്ലെങ്കിൽ ആ സിനിമ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ അഡ്വക്കേറ്റ്സിനെ മാത്രം കാണിക്കാനേ പറ്റൂ. എങ്ങനെ ഒരു കേസ് ചെയ്യണമെന്ന് കാണിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു ടെക്നിക്കൽ എക്സസൈസ് ആയിട്ട് അത് മാറും. സോഷ്യൽ റിലവൻസ് ഉണ്ടാവുകയും എല്ലാതരം ജനങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് സിനിമയാവുന്നത്. അപ്പോൾ ഇതിനെ സിനിമയാക്കി മാറ്റിയ ഒരു വലിയൊരു പ്രോസസ്സുണ്ട്. ഈ എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ വലിയ ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ശൈലിയിൽ വരുമ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഒരു വിഭാഗം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതായത് ടെക്നിക്കാലിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ആർട്ട് വർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇതെല്ലാം ഭയങ്കര നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ, ഒറ്റവരിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഒരു സെയിം ലൈനിലാണ് പോകുന്നത്. ടെക്നിക്കാലിറ്റി അങ്ങനെ വലിയ ടെക്നിക്കാലിറ്റി ഉണ്ടെന്ന് ശരിയില്ല. പക്ഷേ ആർട്ട് അതിനൊക്കെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുകൂടി അതിനൊരു റിയലിസ്റ്റിക് ഫീൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ശൈലിയിലേക്ക് അത് ചിന്തിച്ചു? അതെ, സിനിമയിൽ ഒന്നും മുഴച്ചു നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. കാര്യം നമ്മളിപ്പോൾ 150 സിനിമ ചെയ്ത സംവിധായകർ മലയാളത്തിലുണ്ട്. പക്ഷേ 12-15 സിനിമയ്ക്കകത്ത് മാത്രം ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ സാറും അരവിന്ദൻ സാറും ഒക്കെയാണ് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത്. അവർ ഇൻ്റർനാഷണലായിട്ട് തന്നെ ഓർമ്മിക്കപ്പെടുന്നു. ഇൻ്റർനാഷണൽ ചലച്ചിത്രമേളകളിൽ ഇപ്പോഴും അവരുടെ റെട്രോസ്പെക്റ്റീവ് കാണിക്കുന്നു. അവരുടെ സിനിമകൾ വീണ്ടും റീമാസ്റ്റർ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും ആ ഒറിജിനാലിറ്റിക്കും ആ ഒരു ജെന്യുവനായിട്ട് സിനിമ ചെയ്യുന്നതിനും എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അല്ല 150 സിനിമ ചെയ്യുക, 200 സിനിമ ചെയ്യുക, 2000 സിനിമ ചെയ്യുക എന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പോൾ പി ജെ ആൻ്റണി എന്ന് പറയുന്ന നടൻ തന്നെ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ മലയാള സിനിമ ഉള്ള കാലത്തോളം മലയാള സിനിമയെ പഠിക്കുന്ന എല്ലാവർക്കും ആ നടനെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഈ സിനിമയിൽ ഒന്നും മുഴച്ചു നിൽക്കരുതെന്ന് ആദ്യമേ തീരുമാനിച്ചതാണ്. ഒരു കാര്യവും എല്ലാം ഒരുമിച്ച് പോകുമ്പോൾ മാത്രമേ, നമ്മളിപ്പോൾ ഒരു കറി വയ്ക്കുമ്പോൾ തന്നെ ഉപ്പോ മുളകോ എന്തെങ്കിലും കൂടിയെന്ന് ആ കറി ചീത്തയായെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ അത് സിനിമയിൽ പലർക്കും അറിയത്തില്ല. അത് സിനിമയിൽ പലരും വിചാരിച്ചിരിക്കും എന്തെങ്കിലും മ്യൂസിക് കൂടി അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടെയുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യുന്നു. പല സിനിമകളിൽ ഏതെങ്കിലും ഒരു വിഭാഗം അത് കൊള്ളാം, അത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ ആ 2.5 മണിക്കൂർ സിനിമ മൊത്തം. അതെ, കറക്റ്റ്. ബാക്കി അതിൽ സിനിമയിലൊന്നും ഉണ്ടാവില്ല. അല്ല, ആ ഡയറക്ടർക്ക് സിനിമ എന്തെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് നന്നായിട്ട് കറി ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാം കൃത്യമായിട്ട് ഇടത്തുള്ളൂ. അങ്ങനെ ഇടുന്നതാണ്. അങ്ങനെ സിനിമയിലും കൃത്യമായിട്ടുള്ള ചേരുവകൾ തന്നെ വേണം. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ഈ നാടൻ കലാരൂപങ്ങൾ പ്രത്യേകിച്ചും ഈ തെയ്യം പോലെയുള്ളതിനൊക്കെ വല്ലാണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പലയിടത്തും. ഇപ്പോൾ അതിൻ്റെ ഇൻട്രോ സീനിലും അതിനുശേഷം അതിലെ ഗാനങ്ങളിലുമൊക്കെ ഈ തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ചാറ്റുപാട്ടിനകത്ത് തന്നെ തെയ്യം അതിൻ്റെ ആ പാട്ടിൻ്റെ വരികളിൽ, ചാറ്റുപാട്ടിലല്ലാതെ രണ്ടാമതൊരു സോങ് ഉണ്ടല്ലോ, അവര് പോകുമ്പോൾ ഒരു സോങ്, അതിനകത്തൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടോ? ഇല്ലല്ല, ഇത് ഈ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ വരികൾ എഴുതിയത്. കാര്യം സിനിമയ്ക്ക് വരികൾ എഴുതിയത് ലോറൻസ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു ഗാനരചയിതാവാണ്. പുള്ളി 18-ാം പടി ഉൾപ്പെടെയുള്ള പല പടങ്ങൾക്കും ഗാനരചന നിർവഹിച്ച ആളാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇങ്ങനെ 4 പാട്ടുകളുണ്ട്. 4 പാട്ടുകളുടെ അവസരമൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളിക്ക് പറഞ്ഞപ്പോൾ പുള്ളി എഴുതി തന്ന പാട്ട് പക്ക കൊമേഴ്ഷ്യൽ പാട്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വായിച്ചിട്ട് കാര്യം എൻ്റെ സിനിമയിൽ ആ പാട്ടുകൾ ഇടുകയാണെങ്കിൽ സിനിമ പിന്നെ ഒന്നിനും കൊള്ളില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് മുഴച്ചു നിൽക്കും. ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത സിനിമ അദ്ദേഹത്തിനെ വിളിച്ച് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വിളിച്ച് കാണിച്ചിട്ട് ഇതിനനുസരിച്ച് ഒരു റെഫറൻസ് ONV കുറുപ്പിൻ്റെ ഗാനങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ മനോഹരമായ 4 ഗാനങ്ങൾ എഴുതി തന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുണ്ട്, രാം ഗോപാൽ ഹരികൃഷ്ണൻ എന്ന് പറയും. അത് ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. പുള്ളി വളരെ നന്നായിട്ട് ഇതിനനുസരിച്ച് സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള അത് മാത്രം മതിയെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ച് ഗാനം ചെയ്തതുകൊണ്ടാണ് സിനിമയോട് ചേർന്ന് നിൽക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ 2 കുടുംബങ്ങളുടെയും
അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ ഈ പുരുഷ കഥാപാത്രങ്ങൾ ഈ രണ്ടുപേരുടെയും അച്ഛൻ്റെ കഥാപാത്രങ്ങൾ രണ്ടും എക്സ്ട്രീം ലെവലുള്ള ആളുകളാണ്. ഒരാളങ്ങ് എക്സ്ട്രീമായിട്ട് ഭയങ്കരമായ രീതിയിൽ അമർഷമുള്ള ഒരാൾ, മറ്റൊരാൾ വളരെ നിങ്ങളെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളാണ്. രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും സൈലൻ്റാണ്. അപ്പോൾ അതിലെന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തയുടെ പുറത്താണോ അങ്ങനെ? ഉറപ്പായിട്ടും ഉണ്ട്. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഈ നായകനായ ചന്തുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ കുടുംബം കൊണ്ടുപോകുന്നത് അമ്മയാണെന്നുള്ള കാര്യം സിനിമയിൽ തുടക്കം തൊട്ടേ നമുക്കറിയാൻ പറ്റും. ഇതിനകത്തുള്ള ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രം ആ കഥാപാത്രമാണ് ഗിരിജ എന്ന് പറയും. അവർ തുടക്കത്തിലേ ഇവർ പ്രണയിക്കുമ്പോഴേ പറയുന്നുണ്ട് ഇത് നടക്കില്ല മക്കളെ, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരാണ് ചെയ്യുന്നത്. അതേസമയം പത്മ അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രത്തിൻ്റെ വീട്ടിൽ അവിടുത്തെ വീട്ടിലെ കമാൻഡർ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് അച്ഛനാണ്. അത് നമ്മൾ പല വീടുകളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവാൻ പറ്റും. അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അച്ഛനാണ്. അതുകൊണ്ടാണ് അച്ഛനെ ആ രീതിക്ക് അവതരിപ്പിച്ചത്. ഇവിടെ അതേസമയം ഡ്രൈവിംഗ് ഫോഴ്സ് അമ്മയാണ്. എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങൾ, അത് നമ്മൾ ഏത് വീടുകൾ എടുത്ത് നോക്കിയാലും സാധാരണ വീടുകളെല്ലാം കൊണ്ടുപോകുന്ന സ്ത്രീകളാണ്. സാധാരണ ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ. സൈലന്റ് അത് സാധാരണ വീടുകൾ. അതായത് സാധാരണ വീടുകളിൽ സ്ത്രീകളാണ് കുടുംബം കൊണ്ടുപോകുന്നത്. പക്ഷേ അവർ ആ ഹസ്ബൻഡിന് മക്കളുടെ മുമ്പിൽ ഒരു ആദരവ് കിട്ടാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവുണ്ട്. അതായത് പല സാധാരണ വീടുകളിലും ഇപ്പോൾ എൻ്റെ മക്കൾക്ക് അച്ഛൻ വേണം, അയാൾ എത്ര ശരി. അതിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ ഈ ചന്തു ഉൾപ്പെട്ടിട്ടുള്ള രംഗങ്ങളിൽ ഒരു പ്ലീസിങ് മൈൻഡുണ്ട് ഈ ഭാര്യ, ഈ പറഞ്ഞ കഥാപാത്രത്തിന്, സ്ത്രീ കഥാപാത്രത്തിന്. അല്ലാത്തിടങ്ങളിലൊക്കെ അവർ ഗൈഡ് ചെയ്യുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോൾ വഞ്ചൂർ കോടതിയെടുത്ത് വെച്ചുള്ള കുറേ രംഗങ്ങളിലൊക്കെ അവർ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ, സിനിമയുടെ ഫ്ലോ ചിലപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു എനിക്കങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അതുപോലെ അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ പലയിടങ്ങളിലും, ഒരു തൊഴിലാളി ആയതുകൊണ്ട് ഉണ്ടാകുന്ന സ്വന്തം മകനെ മർദ്ദിക്കുമ്പോൾ പോലും നിശബ്ദനായി കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കേണ്ട രീതിയിലേക്ക് അത്ര നിസ്സഹായതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ചില കുടുംബങ്ങളിലും കൃത്യമായ രീതിയിലുള്ള ഫോക്കസും ഒരു ശ്രദ്ധയെ കൊടുത്തിട്ട് തന്നെയാണ് സിനിമ. ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ഓരോ കഥാപാത്രത്തിനെ സ്റ്റഡി ചെയ്തിട്ടാണ്, അതായത് ഈ കഥാപാത്രം എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് വിചാരിച്ചാൽ ആ കഥാപാത്രത്തിന് അങ്ങനെയുള്ള റോള് മാത്രമേ, അങ്ങനെയുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള രീതികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ പത്മയുടെ അച്ഛൻ്റെ ചേട്ടനുണ്ട്, സദാനന്ദൻ എന്നുള്ള കഥാപാത്രം. പുള്ളി അതിനകത്തൊരു പ്രധാനപ്പെട്ട, ഒരുപാട് സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. വളരെ കുറച്ച് സമയം പുള്ളി സ്ക്രീനിൽ വരുന്നുള്ളൂ. പക്ഷെ ആ കഥാപാത്രങ്ങളും വളരെ ശക്തമാണ്. ഒരിടവും പറയുന്നില്ല, പുള്ളിയെ കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്ക് ഭാര്യയില്ല, ഭർത്ത് ഒന്നുമില്ല, കുടുംബമില്ല, ഇതാണ് കുടുംബം. അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ്. അനിയനോട് പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതെ. അപ്പോൾ അങ്ങനെ ഓരോ കഥാപാത്രത്തെയും സ്റ്റഡി ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സിനിമ മാത്രമല്ല, ഈ ഒരു ചെറിയ കഥാപാത്രം, നമ്മളെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ കഥാപാത്രം പോലും, ഇപ്പോൾ ജയ 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 ഹേ എന്നുള്ള സിനിമയ്ക്കകത്ത് ജയയുടെ അച്ഛനായിട്ട് അവതരിപ്പിച്ച ഒരാൾ, ബിജു കലാവേദി എന്ന് പറയുന്ന നടനുണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഒരു വാർഡ് മെമ്പറായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ എഡിറ്റ് ചെയ്തപ്പോൾ അത് ചെറുതായി പോയതാണ്. അപ്പോൾ ആ കഥാപാത്രത്തിന് പോലും സിനിമയ്ക്കകത്തൊരു കാര്യം, ഇവരെ ഊരിലേക്ക് കയറ്റി വിടാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്ന വാർഡ് മെമ്പർ. അപ്പോൾ അങ്ങനെയുള്ള വാർഡ് മെമ്പർമാരുണ്ട് സാധാരണക്കാരുടെ ഇടയ്ക്ക്. അതുവരെ അത്ര സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അതിൽ കൊടുത്ത എനിക്ക് മനസ്സിൽ തോന്നിയൊരു ടൈറ്റിൽ, ഈ മരണത്തെ പോലും അതിജീവിക്കുന്ന ചില പ്രണയ കഥകളുമായി ബന്ധപ്പെട്ട്. അതെ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പോർട്ടിലേക്ക് എത്തിക്കുക, ആ ഒരു സ്റ്റൈലിലേക്ക് സിനിമ എത്തിക്കുമ്പോൾ ഈ അങ്ങനെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. അതിനെ ഇത് വ്യത്യസ്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഈ ഒരു പ്ലോട്ടിൽ ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതേ പ്ലോട്ടിൽ ഒരുപാട് ഒത്തിരി സിനിമ. പക്ഷേ ഇതിനൊരു വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത എന്താണെന്ന് ഇപ്പം പറയാൻ കഴിയില്ല. കാര്യം അത് കണ്ടാലേ മനസ്സിലാവും. അത് മാത്രമല്ല, എനിക്ക് അതിനെ റിവീൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു അതിനകത്ത് നടന്നിട്ടുള്ള? അല്ല, സിനിമ റിയലായിട്ട് പറയുക എന്നതാണ് ആദ്യം സ്വീകരിച്ചൊരു മാർഗം. അതായത് റിയലായിട്ട് പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏച്ചുകെട്ടലുകൾ പാടില്ല. സിനിമ പെർഫെക്റ്റായിട്ട് ചെയ്യുക, അതിനുശേഷം അത് മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റി തീരുമാനിക്കുക. അല്ല ഒരിക്കലും ഒരു ഏറ്റവും രുചികരമായ ഒരു വിഭവം ഉണ്ടാക്കി വിളമ്പുക എന്നുള്ള ഉദ്ദേശം, ആ ഒരു ആറ്റിറ്റ്യൂഡിലല്ല സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമ ചെയ്തിരിക്കുന്നത് ആ കഥയോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന, ആശയത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന, എന്നാൽ ഇൻ്റർനാഷണലായിട്ട് കൺവേ ചെയ്യാൻ കഴിയുന്ന ലാംഗ്വേജിൽ
അപ്പോൾ ഏറ്റവും ലോക്കലായിട്ടാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ പെരുമാറുകയാണ്. അതുകൊണ്ട് അത് ഏറ്റവും ഇൻ്റർനാഷണലായിട്ട് മാറും എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ട്. ഈ ആ സിനിമയിൽ നിന്ന് ഉയർന്ന മറ്റൊരു ചോദ്യം, സത്യത്തിൽ ആരാണ് ഉറ്റവർ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് ആ പടം കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ ചോദ്യം, നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല നമ്മുടെ ഉറ്റവർ. സത്യത്തിൽ ആരാണ് ഉറ്റവർ? നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ ഉറ്റവർ. ഹൃദയം കൊണ്ട് എടുത്തവരാണ് ഉറ്റവർ എന്ന് തോന്നുന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് വളരെ മനോഹരമായി എടുത്തിട്ടുണ്ട്, അതിൽ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ പേരിലേക്കൊക്കെ എത്തിയതിൻ്റെ പിന്നിൽ എന്താണ് ഇങ്ങനൊരു പേര്, ഉറ്റവർ എന്നുള്ള പേരിലേക്കൊക്കെ എത്താൻ? അതായത് ഇതിനകത്ത് ഉറ്റവർ തന്നെയാണ് എല്ലാ സന്തോഷത്തിനും അടിസ്ഥാനം, എല്ലാ സങ്കടങ്ങൾക്ക് അടിസ്ഥാനവും ഉറ്റവർ തന്നെ. അത് നമ്മൾ തന്നെ ആലോചിച്ചാൽ നമ്മുടെ ലൈഫിലും ആലോചിച്ചാൽ അറിയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും കാരണം ഉറ്റവരാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഉറ്റവർ എന്നുള്ള പേരിലേക്ക് വരാൻ കാരണം. അതിന് വേറെ ഒരു കാരണമുണ്ട്. ഞങ്ങൾ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് 2-3 പേരായിട്ടിരുന്ന് എൻ്റെ ഒരു നല്ല പേരിന് വേണ്ടി, അപ്പോൾ ചിലർ മുറിവ് എന്നുള്ള പേര് പറഞ്ഞു, ചിലർ വെട്ട് എന്നുള്ള പേര് പറഞ്ഞു, ചിലർ വാക്കത്തി എന്നുള്ള പേര് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കിതൊന്നും കേട്ടിട്ട് ഒരു സുഖം വരുന്നില്ല. എനിക്കൊരു കറക്റ്റ് ഇതിലോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ദലമർമരങ്ങൾ എന്നുള്ള ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറായിരുന്ന വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഡിസ്കഷനെല്ലാം തുടക്കത്തിൽ ഞങ്ങളിവിടെ ഉണ്ട്. വിനു എബ്രഹാം, മുഹമ്മദ് സലീം തുടങ്ങി ഞങ്ങൾ 4 പേരിരുന്നാണ് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹമാണ് ഇതുപോലെ പറഞ്ഞു ഉറ്റവർ എന്നുള്ള പേര് നന്നായിരിക്കും എന്നുള്ളത്. അപ്പം ഞാനത് അടുത്ത ദിവസങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ ഏറ്റവും ചേരുന്ന വാക്ക് ഉറ്റവറാണ്. അത് മാത്രമല്ല ആ പേരിലൊരു സിനിമ വന്നിട്ടുമില്ല. ഉറ്റവർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളെന്നാണ് അർത്ഥമെങ്കിലും ഈ ഇതിനകത്തുള്ള നായകനും നായകനും ഉറ്റവരായി മാറുകയാണ്. അത് കാരണം രണ്ടുപേരുടെയും ഉറ്റവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് സിനിമ. അതെ, അവരെങ്ങനെ ആ പേര് വളരെ ആപ്റ്റാണ് സിനിമയ്ക്ക്. സിനിമയെ സംബന്ധിച്ച് വളരെ ആപ്റ്റാണ്. ഇനി ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രേക്ഷകരോട് പറഞ്ഞ പോലെ ഒരു ചോദ്യം, ഒരു 2.5 മണിക്കൂർ സിനിമ എടുക്കുക എന്ന് പറഞ്ഞ സംവിധായകനെ സംബന്ധിച്ച് വലിയ സംഘർഷം തന്നെയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരത്തിൽ വളരെ തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയം സിനിമയാക്കുമ്പോൾ സ്വാഭാവികമായും ഒത്തിരി സംഘർഷങ്ങൾ നേരിടേണ്ടി വരും. അതിൽ എന്തെങ്കിലും സിനിമ പൂർത്തീകരിക്കുന്നവരെ എന്തെങ്കിലും സംഘർഷങ്ങൾ? ഇല്ല, എനിക്കങ്ങനെ, ഞാൻ മുമ്പ് തൊട്ടേ ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലാത്ത ഒരാളാണ്. ആന്തരിക സംഘർഷങ്ങളൊന്നുമില്ല. ഫിക്സ് ആവുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആലോചിക്കും. അതിൻ്റെ വരുംവരായികളും നല്ലതൊന്നും ചർച്ചകൾക്ക് തയ്യാറാവും. നമ്മുടെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്താൽ എന്തെങ്കിലും വിഷയങ്ങൾ തരാൻ കഴിയുന്ന എല്ലാവരോടും ചർച്ച ചെയ്യും. ഞാൻ ചർച്ച ചെയ്യുന്ന ഉയർന്നവരോട് മാത്രമല്ല, നമ്മുടെ സാധാരണ സെറ്റ് ബോയ്സിൻ്റെ അടുത്ത് വരെ ചില കാര്യങ്ങൾ ഞാൻ അഭിപ്രായം ചോദിക്കും. അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കും. അപ്പോൾ അങ്ങനെ മറുപടി പറയാൻ ജെന്യുവനായിട്ടും, അല്ലാതെ എല്ലാവർക്കും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അല്ലാതെ എല്ലാ ഉയർന്ന ആളുകൾക്ക് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാണും. ആ കോൺട്രിബ്യൂഷൻസ് എല്ലാം നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറരുത്, എങ്കിൽ പിന്നെ ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ സംഘർഷങ്ങളുടെ പ്രശ്നമില്ല. ഇല്ല, കഥാപരമായ സംഘർഷങ്ങൾ ഉണ്ടായില്ല. കഥാപരമായ സംഘർഷങ്ങളെല്ലാം തിരക്കഥ പൂർണ്ണ രൂപത്തിലെത്തിക്കുന്നതിന് മുമ്പ് മാത്രമാണ്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂഷനാണ്. എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ സംഘർഷങ്ങളിൽ പെട്ടാൽ നല്ലൊരു സിനിമ ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ചറിയാം, പല സിനിമകളിലും ക്ലൈമാക്സൊക്കെ വളരെ വീക്കായി പോകാൻ കാരണം ഇവരാദ്യം ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തുന്ന ക്ലൈമാക്സിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അവസാന നിമിഷം അപ്പോഴത്തേക്കും കുറേ ഇതിനകത്ത് വർക്ക് ചെയ്ത ആരെങ്കിലും പറയും ഇത് ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആയാൽ അപ്പോൾ ഇവരാകെ കോംപ്ലിക്കേഷൻ, ഡയറക്ടർ ആകെ ഒരു വ്യതിചലിക്കും. അങ്ങനെ ഒന്നും നല്ല പ്രോഡക്റ്റ് കിട്ടത്തില്ല. നമ്മൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. നമ്മൾ തീരുമാനത്തിൽ, അതായത് എല്ലാ കാര്യങ്ങളും അതിന് മുമ്പ് നമ്മുടെ സിനിമയിലുള്ളത്, നമ്മുടെ കോടതിയിലുള്ള പോലെ തന്നെയാണ്. ട്രയലെല്ലാം കൃത്യമായിട്ട് നടത്തുക. പിന്നെ ജഡ്ജിന് പിന്നെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് സഹകരണം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊരു ഏകദേശം ഒരു 200 പേരോളം ചേരുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിലുള്ളത്. ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് നിർമ്മാണ സമയത്തായാലും ശരി, കാശ് തന്ന് സഹായിച്ചവരുണ്ട്, കോൺട്രിബ്യൂഷൻ, ടാലൻറ്റ്. ഞാൻ വേറെ യഥാർത്ഥത്തിൽ പറഞ്ഞ ടാലൻറ്റ് ഹണ്ടിങ് എന്ന് തന്നെ പറയാം ഈ സിനിമ. കാര്യം ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടീനടന്മാരെയോ ടെക്നീഷ്യൻസിനെയോ ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. 2-3 കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഥാപാത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്, ഒരിക്കലും നടീനടന്മാർക്കല്ല. ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് വരും ഒരു പ്രധാനപ്പെട്ട നടനെയോ നടിയോ കാസ്റ്റ് ചെയ്താൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും. ഈ സിനിമ ഈ റിസൾട്ട് കിട്ടത്തില്ല. അതൊന്ന്. 2, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. ഇവർ അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ വയ്ക്കുകയും ഒക്കെ ചെയ്ത് സിനിമയെ വേറൊരു ലെവലിലേക്ക്, വേറൊരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്കും ഒരുപാട് തിരക്കഥയിലെന്നൊക്കെ നമ്മൾ ഒരുപാട് വ്യതിചലിക്കേണ്ടി വരും. നല്ലൊരു പ്രോഡക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഥാപാത്രങ്ങൾക്കായിട്ടുള്ള തിരച്ചിൽ. കഥാപാത്രങ്ങളെ കൃത്യമായിട്ടും കാസ്റ്റ് ചെയ്യായിരുന്നു. അതായത് അതിനെ ചേരുന്ന ആളിനെ തന്നെ കാസ്റ്റ് ചെയ്യായിരുന്നു.
അപ്പോൾ അതിൽ കാസ്റ്റിംഗ് ഡയറക്ടറുടെ സഹകരണമുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ നമ്മളെ സിനിമാറ്റോഗ്രാഫറായാലും എഡിറ്ററായാലും നമ്മുടെ പ്രോജക്റ്റ് ഡിസൈനറായാലും ശരി, ഇവരെല്ലാവരും നന്നായിട്ട്, വളരെ നന്നായിട്ട് അതിനകത്ത് വർക്ക് ചെയ്ത ഒരാളുടെ പോലും കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നിട്ടില്ല. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ സെറ്റിൽ ഡ്രൈവറായിട്ട് അഭിനയിച്ചവരാണ് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആർട്ടിസ്റ്റുകൾ, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആർട്ടിസ്റ്റുകൾ. അതുപോലെ തന്നെ സെറ്റിൽ നിന്ന് സെറ്റ് ബോയ്സ് ഉണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ട്. അവരാ നമ്മുടെ വീട്ടിൽ ആണ്ട് കാണിക്കുന്ന സമയത്ത് അവരുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഏകദേശം 200ഓളം പേര് വരുന്ന ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. ഒരു സിനിമയുടെ മാർക്കറ്റിംഗ്, അതായത് സിനിമ തിയേറ്ററുകളിൽ ഏറ്റെടുക്കുന്നത് ആ സിനിമയുടെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ്. സിനിമയുടെ നായകനാരാണ്, പ്രശസ്തനായ സംവിധായകനാണോ, ഇതൊന്നും അല്ലാതെ ഉറ്റവറിന് വല്ലാത്തൊരു സ്വീകാര്യത തിയേറ്ററുകളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. സാധാരണ 1-2 തിയേറ്ററുകളിലൊക്കെയാണ് ഇങ്ങനത്തെ സിനിമകൾ, അല്ലെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയ സിനിമകൾ പോവുക. ഇത് 10-60 തിയേറ്ററിൽ എത്തിയെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായിരിക്കും അത്, അങ്ങനെ ഒരു വലിയ സ്വീകാര്യത എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അതായത് യാതൊരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കൊമേഴ്സ്യൽ സിനിമകൾ എടുത്താൽ അത് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടറൊക്കെ കിട്ടും. അപ്പോൾ ഇതും വളരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോടൊപ്പം പഠിച്ചിരുന്ന PR രാജശേഖരൻ എന്നുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ CET സിനിമ എന്നുള്ളൊരു കമ്പനിയുണ്ട്. അദ്ദേഹം പ്രാവ് എന്നുള്ള സിനിമ പുറത്തിറക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ സ്നേഹം മൂവീസ് എന്നുള്ള ഒരു മൂവീസുണ്ട്, നെൽസൺ ചേട്ടൻ എന്ന് പറയും, അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുകയും, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഒരു വലിയൊരു ചിലവ് ആവശ്യമാണ്. അപ്പോൾ ആ ചിലവുകൾ എൻ്റെ മറ്റൊരു സുഹൃത്തായ അരുൺദാസ് എന്ന് പറയുന്ന ഒരു മറൈൻ എഞ്ചിനീയറുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ പറയുന്ന തകഴി രാജശേഖരനും ഈ അരുൺദാസും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ ഒരു സഹായത്തോടു കൂടെയാണ് ഇത് 68 തിയേറ്ററുകളിൽ എത്തിക്കാൻ പറ്റിയത്. കേരളത്തിലുടനീളം പോസ്റ്റ് ഒട്ടിക്കാനും എല്ലാ മാധ്യമങ്ങളിലും നമ്മുടെ ഒരു പ്രസൻസ് വരുത്താനും ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇങ്ങനൊരു അഭിമുഖം നടത്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ക്ഷണിക്കാനുണ്ടായ കാരണം. കാര്യം ഈ സിനിമ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഇതാരും അറിയത്തില്ല. അപ്പോൾ ഇത് സ്ക്രീനുകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഉള്ളൊരു പുതിയൊരു ഗുണമെന്ന് പറയുന്നത് ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ ചോദിക്കാൻ വന്നത്, അതായത് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കേട്ടറിഞ്ഞ മറ്റൊരു കാര്യം, അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള വലിയ ആളുകൾ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട്, അല്ല കാണാൻ വേണ്ടിയിട്ട് കേട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. അത് അപ്പോൾ അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ ആളുകൾ അത്തരത്തിൽ ഇങ്ങോട്ട് വിളിച്ച് ഇത് ആവശ്യപ്പെടണമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ്, ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവണം അല്ലേ? അല്ല, എന്തായാലും അത് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും സമ്മോഹന മുഹൂർത്തങ്ങളിലൊന്നാണ് അത്. കാര്യം ഞാൻ തുടക്കം തൊട്ടേ ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അരവിന്ദൻ സാറിൻ്റെയും സിനിമകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞാൽ KG ജോർജ്, പത്മരാജൻ സാറ്, നമ്മുടെ ഭരതൻ സാറ്, അങ്ങനെ തുടങ്ങി അവരുടെ സിനിമകളാണ്, പഴയ ഇറയിലുള്ളവരുടെ സിനിമകൾ, ആ ഒരു രീതി, അവരുടെ ആ മേക്കിംഗാണ് ഞാൻ അന്നോട്ടേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഈ സിനിമ കാണുകയും കണ്ടതിന് ശേഷം വളരെ നന്നായിരിക്കുന്നു എന്ന് പറയും. ഏകദേശം 1 മണിക്കൂറോളം ആ സിനിമയെപ്പറ്റി വ്യക്തമായി പറയുകയും അവസാനം അതിൽ 1-2 സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഏത് അവാർഡുകളെക്കാളും മുകളിലാണ് അതിനെ കാണുന്നത്. ഈ അടുത്ത എന്തെങ്കിലും പുതിയ കഥാതന്തുക്കളോ അല്ലെങ്കിൽ പുതിയ ഉറപ്പായിട്ടും കാര്യം എല്ലാ ഫിലിം മേക്കേഴ്സിനും ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് കഥകളും മനസ്സിലുണ്ടാവും. എൻ്റെ കയ്യിൽ തന്നെ പൂർത്തിയാക്കിയ 3-4 തിരക്കഥകളുണ്ട്. അപ്പോൾ അതിൽ സിനിമയാക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണല്ലേ? ഉറപ്പായിട്ടും ഈ ഇങ്ങനെ തന്നെയാണോ സിനിമ, ഈ ഇഷ്ടമുള്ള ടേസ്റ്റ് ഏരിയ തന്നെയാണോ? ഈ പാഷനാണ് നമ്മൾ, അതല്ല ഞാൻ ചോദിച്ചത്, കഥാപരമായിട്ട് ഈ റിയലിസ്റ്റിക് സാധനങ്ങളോടാണ് കൂടുതൽ. ഉറപ്പായിട്ടും കാര്യം സിനിമയ്ക്ക് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് കാലത്തെ അതിജീവിക്കണം. കാലത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വെറും സാധാരണ സബ്ജക്റ്റ് എടുത്ത് സാധാരണ രീതിക്ക് ചെയ്താൽ ആ സിനിമകൾ ആ ഒരു ചെറിയൊരു കാലത്തേക്കുള്ള ഒരു തമാശ സൃഷ്ടിച്ചാൽ കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകളിലേക്ക് തന്നെയാണ് താല്പര്യം. അപ്പോൾ എന്തായാലും പച്ചയായ ചില ജീവിതങ്ങൾ മനുഷ്യരിലേക്ക് വളരെ സാധാരണ പോലെ തന്നെ സിനിമയാക്കി എത്തിക്കുക എന്ന് പറയുന്നത് കഴിവുള്ളൊരു സംവിധായകനും കഴിവുള്ള കുറേ ആളുകൾക്കും കഴിയുന്നതും മാത്രമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ളവരൊക്കെ അതിലിടപെട്ട് ആ സിനിമ കണ്ട അഭിപ്രായം വളരെ കൃത്യമായി അറിയിക്കണമെങ്കിൽ ആ സിനിമയിൽ എന്തൊക്കെയുണ്ട് അത് തീർച്ചയായും തിയേറ്ററുകളിൽ കാണേണ്ടത് തന്നെയാണ്. അത് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതും കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതും തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോവുക, ഉറ്റവർ കാണുക, നിർബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചറിയിക്കുക. നന്ദി.